Sari for Anjali. Hello, this is Sonu Ben with my little Benny എന്ന് പറയാൻ ബെനി ഇന്ന് ഞങ്ങളുടെ കൂടെ ഇല്ല. അവള് ചൈൽഡ് കെയറിൽ പോയിക്കാണ്. പക്ഷെ ആ സമയത്ത് ഞങ്ങളൊരു ഓണം ഷോപ്പിങ്ങിന് പോവാണ്. ഓണം ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്തൊരു ഷോപ്പിംഗ് ഒന്നുമല്ല. ഞാനിങ്ങനെ വീട്ടിലിരുന്നപ്പോഴത്തേക്ക് വാട്സാപ്പിൽ മെസ്സേജ് വന്നു, ഇന്ത്യൻ ഷോപ്പിൽ ഓണത്തിന്റെ ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട്, റെഡിമെയ്ഡ് പൂക്കളം അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ. അപ്പൊ അതൊന്ന് പോയി കാണാം, ആൾക്കാർ വന്ന് മേടിക്കുന്നതിന് മുന്നേ നമുക്ക് ഓടിപ്പോയി മേടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കാരണം ഒരു ചെറിയ ഷോപ്പ് ആകുമ്പോഴത്തേക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും, ഒരുപാട് മലയാളികളുണ്ട്. അപ്പോൾ നമുക്കിവിടെ പൂക്കളമൊക്കെ ഇടുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം വെളിയിൽ പൂക്കളം ഇട്ടാൽ കാറ്റത്ത് പറന്നു പോകും, പിന്നെ വെളിയിൽ അങ്ങനെ, പിന്നെ മഴയൊക്കെ ആയിരിക്കും. ഇനി അകത്ത് പൂക്കളം ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ച് അത് മുഴുവൻ നശിപ്പിക്കും, പിന്നെ നമുക്കതിനുള്ള സ്പേസും ഇല്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്ന് പോയി കണ്ടിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ ഇങ്ങനെ മേടിച്ച് പോരാന്ന്. ഓക്കെ, അപ്പം ഞാൻ കാഴ്ചകൾ വഴിയെ കാണിക്കാം. ഓക്കെ. അഞ്ജലി ജോലിക്ക് പോയേക്കാണ്. അപ്പോൾ അവള് നാട്ടിൽ പോയായിരുന്നു. നാട്ടിൽ പോയപ്പോൾ ബ്ലൗസ് കൊണ്ടുവന്നെങ്കിലും സാരി കൊണ്ടുവന്നില്ല. കാരണം എൻ്റെ കയ്യിൽ 5-8 സാരി ഉള്ളത് പ്രതീക്ഷിച്ചാണ് അവൾ വന്നത്. പക്ഷേ അവൾ പോകുന്നതിന് മുന്നേ ഞാൻ നാട്ടിൽ പോയപ്പോൾ എൻ്റെ 3-4 സാരി നാട്ടിൽ കൊണ്ടുവച്ചു. പിന്നെ എൻ്റെ ഇപ്പോൾ ഒരു 3 സാരി മിസ്സിങ്. അതെവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാനിവിടെ വീട് റിനോവേറ്റ് ചെയ്തപ്പോൾ സാധനങ്ങളൊക്കെ കുറേ സ്ഥലത്ത് മാറ്റി വെച്ചായിരുന്നു. തപ്പിയിട്ടും കിട്ടുന്നില്ല. അപ്പം ആ സാരികളില്ല, അവൾ എക്സ്പെക്ട് ചെയ്ത സാരിയില്ല. അവൾക്ക് സർപ്രൈസ് ആയിട്ട് നമുക്കൊരു സാരി ഇവിടെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അവളുടെ ബ്ലൗസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അകത്തേക്ക് കയറി. പാവം, അവൾ നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് വെച്ചിരിക്കുന്ന സാധനമാണ് ഞാൻ എടുത്തിപ്പോൾ കോളാക്കാൻ പോകുന്നത്. ബട്ട് ഐ ഗോട്ട് ഹെർ ബ്ലൗസ്. അവളുടെ ബ്ലൗസിൻ്റെ നിറം ഇതാണ്. നമുക്ക് നോക്കാം, മാച്ചിങ് ആയിട്ട് കിട്ടുമെങ്കിൽ അതെടുക്കാം, ഇല്ലെങ്കിൽ നോക്കാം. എന്തായാലും ഏത് ബ്ലൗസ് ഇട്ടാലും സെറ്റ് സാരി ഈസ് ഓൾവേസ് ഫൈൻ. റൈറ്റ് സൈഡിൽ അങ്ങ് നോക്കുമ്പോൾ സ്പൈസ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് വേണം. ആക്ച്വലി ഇറ്റ്സ് എ ഗ്രോസറി ഷോപ്പ്. ബട്ട് ഇന്ത്യൻ മാർട്ട് ആകുമ്പോഴത്തേക്ക് ഓണമൊക്കെ വരുമ്പോൾ ഇന്ത്യൻ സ്റ്റഫ്സ് എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആക്കും. അവിടെ പാർക്കിംഗ് ഇല്ല. കാണുന്ന ഷോപ്പാണ് നമ്മുടെ. അയ്യോ, അവിടെ പാർക്കിംഗ് ഇല്ല അല്ലേ? സ്പൈസ് ബാസ്ക്കറ്റ് ഇന്ത്യൻ മാർട്ട്. നമ്മൾ ഗ്രോസറി വാങ്ങുന്നത്. ഒക്കെ വിത്തിയിൽ കയറിയിരിക്കണം. ഇതിലേതാ വേണ്ട? ഇതിനകത്തൂടെ കാണുമ്പോൾ ഇച്ചിരി കൂടെ ഭംഗി. വാവ്, നമുക്കിത് മതി കേട്ടോ. ഏത് വേണം പറ? സെൻറ്ററിൽ ഇത് ഇങ്ങനെ അതിനകത്ത് തന്നെ കുറച്ചും കൂടെ കളേഴ്സ് ഉണ്ട്. ക്യാമറയിൽ കാണുമ്പോൾ ഇതിന് ലുക്ക് ഇതിങ്ങനെ അടിച്ച് കാണുമ്പോൾ ഒരു ഭംഗിയില്ലേ? കണ്ടോ? ബെഞ്ചമിൻ്റെ സാരി നോട്ടം കണ്ടാൽ തോന്നും ബെഞ്ചമിൻ ഉടുക്കാനുള്ളതാണ്. കഥകളിയൊക്കെ ഉണ്ടല്ലോ. കഥകളി അല്ലല്ലേ, പൂക്കളെ ഇടുന്ന പെണ്ണാണല്ലേ. ബെഞ്ചമിന് വളരെ ആത്മാർത്ഥതയുള്ള ഹസ്ബൻഡ്. ഇതല്ലേ നമ്മൾ നിനക്കുള്ളത്? മറ്റേ പ്രിൻസി മേടിച്ചു കൊണ്ടുവന്ന സാരി ഇതല്ലേ? പ്രിൻസി വാങ്ങിച്ചു കൊണ്ടുവന്നത് ഇതല്ലേ? ആ, പ്രിൻസി നിനക്ക് വേണ്ടി വാങ്ങിച്ചു കൊണ്ടുവന്നത്. അത് നല്ലതാണ്. കാരണം കഴിഞ്ഞ ഓണത്തിന് അവൾ അത് തന്നെ എടുത്തതെന്ന് എൻ്റെ ഒരു ഓർമ്മ. കണ്ടോ?
കഴിഞ്ഞ കൊല്ലം അഞ്ജലി ഓണത്തിന് കൊടുത്ത സാരി ബെഞ്ചമിൻ ഓർമ്മയുണ്ട്. അങ്ങനെയല്ല, അത് പ്രിൻസി കൊണ്ടുവന്നാൽ ഞാനാ അവിടുത്തെ. ആണോ? ആ അത് ശരി സോനു. നല്ലതല്ലേ? ആ അത് നല്ല കേട്ടോ. മുന്താണിയിലാണോ വരുന്നത്? ഓൾ ഓവർ ബോഡി നല്ലതല്ലേ? ആ ഉടുക്കുമ്പോൾ നല്ല രസമായിരിക്കും. ഇതെടുത്ത് കഴിയുമ്പോൾ അതേ കവറിൽ തന്നെ ഇട്ടോളൂ. നീ അത് അങ്ങനെയല്ല വെക്കുന്നത്. നമ്മുടെ ശർക്കര വരട്ടി ഇവിടെ സ്റ്റോക്ക് ആയിട്ടുണ്ട്. ചിപ്സും ഉണ്ട്. ശർക്കര വരട്ടി ഞാൻ ഓൾറെഡി വീട്ടിൽ മേടിച്ച് വെച്ചു. ഓണസദ്യ ഉണ്ടാക്കാനുള്ള സകലമാന സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതായത് ചക്കയ്ക്ക് ചക്ക, അവിയൽ പീസ്, ഇതൊക്കെ കണ്ടോ. വാ, ഇവിടെ വന്നപ്പോൾ ഇതിന് ഭയങ്കര ഭംഗി കേട്ടോ. അയ്യോ എന്തൊരു ഭംഗിയാന്ന് നോക്ക്. പക്ഷേ ഞങ്ങളിപ്പോൾ ഇത് തിരിച്ചു കൊടുക്കാൻ പോവാം. എന്നാന്ന് വെച്ചാൽ അവിടെ വെച്ച് ഞങ്ങൾക്ക് മറ്റേ വേറൊരു പൂക്കളാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷെ അത് ഓൾറെഡി വേറൊരാൾ സെലക്ട് ചെയ്ത് വെച്ചേക്കായിരുന്നു. പക്ഷേ ഞങ്ങളിത് മേടിച്ചുകൊണ്ട് പോകുന്നതിന് ശേഷം അയാൾ വിളിച്ചിട്ട് ഇത് കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഷോപ്പ് ഓണർ ഞങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു തിരിച്ചു കൊടുക്കാവോ, കാരണം മറ്റേത് തരാമെന്ന് പറഞ്ഞു. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടോ. കാരണം വൈകിട്ട് എനിക്ക് കുറച്ച് ഗസ്റ്റല്ല, എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാളിൻ്റെ കൊയറിൻ്റെ പ്രാക്ടീസ് ഇവിടെ വെച്ചാണ് നടക്കുന്നത്. അപ്പം അവരൊരു 10-12 പേരുണ്ട്. അതുകൂടാതെ അവരുടെ കുട്ടികളും ഉണ്ടാവും. അപ്പോൾ പിള്ളേർ വരുമ്പം നമ്മൾ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ബോറടിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കുമ്പോൾ പിള്ളേർക്ക് സന്തോഷമാണ്. പ്രത്യേകിച്ച് വേറൊരു വീട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടെങ്കിൽ പണ്ട് നമുക്കും ഭയങ്കര സന്തോഷമായിരുന്നല്ലോ. അപ്പോൾ പിള്ളേരെ കരുതിയാണ് ഞാനിത് ഉണ്ടാക്കണേ. അത്യാവശ്യം ഞാൻ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിരുന്നു. നല്ല രസമില്ല കാണാനായിട്ട്. അതിനിടയ്ക്ക് ബെഞ്ചമിനാണെങ്കിൽ ബെനീനെ ചൈൽഡ് കെയറിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നു. അവൾക്കും ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമാണ്. അവൾ ഉണ്ണിയപ്പത്തിന് ഉണ്ണിപ്പാപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അവളെ ഉണ്ണിയപ്പം കാണിച്ചപ്പോൾ അവൾക്കും ഭയങ്കര സന്തോഷമായി. ഇതാരുണ്ടാക്കി ഉണ്ണിയപ്പ? അമ്മ. ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാ? അമ്മയ്ക്കാണോ? പിന്നെ ആർക്കാ? എനിക്ക് അമ്മ ഉണ്ടാക്കിയതാണ്. ഇഷ്ടപ്പെട്ടോ? കഴിച്ചു അപ്പൊ കഴിച്ചോ? യമ്മിയാണോന്ന് പറഞ്ഞു. പൂക്കളം മേടിക്കാൻ പോവാ. ഇനി സ്കൂളിൽ നിന്ന് വന്നു. ഇനി ബെനീനെയും കൂടെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാൻ പോവാണ്. അല്ലേ? നോക്കിക്കേ, എന്ത് മേടിക്കാൻ പോവാ? ഷോപ്പിങ്. എന്ത് ഷോപ്പ് ചെയ്യാൻ പോവാ? പൂക്കളല്ല, പൂക്കളം. ഓണപ്പൂക്കളം. അമ്മയ്ക്ക് പൂക്കളം ഉണ്ടാക്കാനുള്ള നേരമില്ല. നമുക്ക് ഇത്രയും പൂക്കളില്ലല്ലോ ഇവിടെ. അതിൽ പൂക്കളം ഇടാം. എന്തിനാ കരയണേ? അപ്പ സോക്സ് ഇട്ട് തരുമല്ലേ? ആ ഓക്കെ. കാല് കയറ്റി വെക്കണം. ഷൂ എന്തിയേ? എന്തിനാണ് പ്രശ്നം? ബെനി വന്നു. ഇനി ബെനിയെയും കൊണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ ഇന്ത്യൻ ഷോപ്പില്ല, നമ്മുടെ അജിത്തിൻ്റെ കടയിൽ പോവാണ്. എന്തിനാണെന്നറിയോ?
നമ്മൾ മേടിച്ച പൂക്കളം വേറെ ആർക്കാണ്ട് വേണമെന്ന്. അപ്പം നമ്മൾ ആദ്യം കണ്ട് ഇഷ്ടപ്പെട്ട പൂക്കളം അവർ നമുക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓടിപ്പോവാണ് അത് കൊണ്ട് കൊടുത്തിട്ട് മറ്റേത് വാങ്ങിക്കാൻ. വീഡിയോയുടെ ഈ ഭാഗം നോക്കുമ്പോഴത്തേക്ക് ന്യൂസിലാൻഡ് ആണെന്ന് തോന്നുന്നില്ലല്ലേ, ഇത് ഇന്ത്യ ആണെന്ന് തോന്നുന്നു. ബിക്കോസ് ഞാൻ ചുരിദാർ ഇട്ടേക്കുന്നതുകൊണ്ടായിരിക്കും. ഞാനിങ്ങനെ ഓണം വീഡിയോ ആയതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ചുരിദാർ ഇട്ടുകൊണ്ട് വന്നതാട്ടോ. കാരണം ഈ വിൻ്ററിൽ ഇങ്ങനെ ചുരിദാർ ഇട്ടുകൊണ്ട് നടക്കാൻ എനിക്ക് അത്യാവശ്യം നല്ല വട്ടുണ്ട്. എന്നാലും ഇച്ചിരി വെയിലൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ചുരിദാർ ഇട്ടുകൊണ്ട് വന്നതാണ്. അങ്ങനെ ആ പൂക്കളം എക്സ്ചേഞ്ച് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി. കാറിലിരുന്ന് ബെന്നി ഉറങ്ങിപ്പോയി. മറ്റേത് കണ്ടിട്ട് കാണുമ്പോൾ അതായിരുന്നു നല്ലതെന്ന് തോന്നുന്നു. അഞ്ജലിക്ക് സർപ്രൈസ് ആക്കാൻ വേണ്ടി ഈ സാധനങ്ങളെല്ലാം ഞങ്ങൾ കാറിൻ്റെ ഡിക്കിയിൽ തന്നെ തിരിച്ചു വെച്ചു. അവളെ കൊണ്ട് പറപ്പിക്കാമെന്ന് വിചാരിച്ചു. അവൾ ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ പറ്റിയിരുന്നല്ല. അഞ്ജലിക്ക് എന്നാന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് അഞ്ജലി ആകെ പേടിക്കൊന്നും വേണ്ട, പട്ടിയൊന്നുമല്ല. താഴേക്ക് വീഴരുത്. ഇതൊക്കെ ഒപ്പിച്ച് സാരി ഫോർ അഞ്ജലി. ബട്ട് ഇറ്റ്സ് നോട്ട് സോ എക്സ്പെൻസീവ്. ബട്ട് കണ്ടു അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു ഓടിപ്പോയി മേടിച്ചു അജിത്തിന്റെ കടയിൽ നിന്ന്. ഞാൻ നിന്റെ ബ്ലൗസൊക്കെ ആയിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ അതിന് മാച്ചിങ് ആയിട്ടൊന്നുമില്ല. പിന്നെ ഗോൾഡൻ പ്ലെയിൻ. എടുത്തോ എടുത്തോ. ബെഞ്ചമിനായിട്ട് സെലക്ട് ചെയ്തേ. ബെഞ്ചമിനാണ് സെലക്ട് ചെയ്തേ. ഇതിൻ്റെ ടെമ്പിൾ ഡിസൈൻ ഉണ്ടായിരുന്നേ അവിടെ. അപ്പം ബെഞ്ചമിൻ പറഞ്ഞു ഈ പൂക്കൾ അങ്ങനെ അധികം ആർക്കും കണ്ടിട്ടില്ല. ബട്ട് ഇതിന് എന്നാ പറയുന്നത്, സ്ട്രൈപ്സ് ഉണ്ട്. അല്ല അല്ല, ഓൾ ഓവർ ദ ബോഡി സ്ട്രൈപ്സ് ഉണ്ട്. എനിക്ക് സ്ട്രൈപ്സ് ഉള്ളത് ഞാനാണ് അമ്മയോട് പറയാൻ പോയിരുന്നു, അമ്മ എനിക്ക് സാരി ഇല്ല, ഞാൻ ഓണത്തിന് നിൽക്കുന്നില്ല, ഇനിയിപ്പോൾ ഞാൻ ലീവ് എടുക്കും. ഞാൻ ഇന്നിങ്ങനെ വരുന്നവരെ ആലോചിച്ചോണ്ടിരിക്കുന്നേ, വികിരിനോട് പറയാം എനിക്ക് വല്ല അപ്പോയിന്റ്മെന്റ് ഉണ്ട്, എന്നിട്ട് രാവിലെ വേണം ഇച്ചിരി നേരം പോകാം, എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഇവിടെ ആഘോഷിക്കാം. അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു എല്ലാവരും നല്ല സാരി എടുത്തിട്ട് എൻ്റെ ഒരു പ്ലെയിൻ സാരി പോകണോ, അതോ ഇനി ഇവിടെ വേറെ ഏതെങ്കിലും ദിവസം ആഘോഷിച്ചാൽ മതിയോ? സ്ട്രൈപ്സ് വേണം എന്നുള്ളത് എനിക്ക് അറിയായിരുന്നു, കാരണം ബ്ലൗസിലും സ്ട്രൈപ്സ് ഉണ്ടല്ലോ. അപ്പൊ നീ അന്ന് തനിമലയാളിയുടെ ഇത് കണ്ടപ്പോഴും നീ പറഞ്ഞല്ലോ നിനക്ക് സ്ട്രൈപ്സ് ഉള്ള സാരി വേണമെന്ന്. അപ്പൊ ഞാൻ ആ മെസ്സേജ് ഞാൻ ബ്ലൂ സ്ട്രൈപ്സ്, അപ്പൊ ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചിക്ക് നല്ലതായിരുന്നു. ഞാൻ എന്നിട്ട് അജിത്തിന്റെ മെസ്സേജ് വന്നു. ഞാൻ അവിടെ തലയിൽ ഏതാണ്ടൊക്കെ ഓയിൻമെന്റ് ഒക്കെ ഇട്ടിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ തന്നെ പോയി കുളിച്ചിട്ട് ഓടിച്ചെന്നു. അവിടെ ചെന്നപ്പോ ഈ പൂക്കളം വിറ്റുപോയടി. ഈ പൂക്കളം വിറ്റുപോയി. വേറെ മറ്റേ എന്നിട്ട് ഞാനാന്നുണ്ടെങ്കിൽ വേറെ ഒരു വള്ളത്തിന്റെ ഒക്കെ പടമുള്ളൊരു എണ്ണം കണ്ടു, അത് മേടിച്ചു. അപ്പൊ ഇത് ഓൾറെഡി വേറൊരാളെ സെലക്ട് ചെയ്ത് വെച്ചേക്കാന്ന് പറഞ്ഞു. ഇവിടെ വന്നു കഴിഞ്ഞ പുള്ളി പറഞ്ഞു അയാൾക്ക് അത് മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ അത് തിരിച്ചു കൊണ്ടുപോയി വാങ്ങിച്ചു. അടിപൊളി. ഇപ്പൊ നിനക്ക് ഓണസന്തോഷായില്ലേ? ഫോട്ടോ എടുക്കാൻ കറക്റ്റ് ഇതല്ലേ? അങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്ന് ഫോട്ടോ. ബട്ട് വില കേട്ടൻ ചേട്ടാ, $85. ബട്ട് കുഴപ്പമില്ല, 2-3 വർഷത്തേക്ക് നമുക്ക് കുറെ വർഷം ഉപയോഗിക്കാമല്ലോ. അങ്ങനെ അത് ശരി. ഇവിടെയാണ് ഓണാഘോഷം. അജിത്തേക്ക് നിങ്ങളുടെ വീട്ടിലാണ് ഓണാഘോഷം. $10 റെന്റിന് പെർ ഡേ ഡെയിലി. അപ്പൊ 8 പേര് നമ്മുടെ 5 പേര് മേടിച്ചാലും ഓക്കെ. $10. പക്ഷെ ഇത് കണ്ടോ നല്ല രസമില്ലേ ഇതിനകത്തൂടെ കാണാൻ? അത് കാണുമ്പോ അങ്ങനെ ഇതായി ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നേ ഇല്ല. കാരണം ഇതാകുമ്പോ റെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കുഴപ്പമില്ല. മറ്റേതാണ് വഞ്ചി റെന്റിനെങ്കിൽ അത് സുഖമില്ല. നല്ല രസമില്ല. ഇതിപ്പോ അങ്ങനെ തോന്നില്ല.
അയ്യോ അകലേന്ന് കാണുമ്പോ ഭയങ്കര നാച്ചുറൽ ലുക്ക്. അതന്നെ പറ, അത് നോക്കുമ്പോ നടുക്കൊരു നിലവിളക്കും കൂടെ വെച്ചാൽ സെറ്റ്. ബെഞ്ചമിനാണ് ഇല്ലേ നിലവിളക്ക് എടുത്ത് വെച്ചാൽ ഞാൻ പറഞ്ഞ മറ്റേ എന്താണ് കുരിശുള്ള നിലവിളക്ക്. വാ ആകാശം കാണാൻ എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ, നോക്കടി ഇതിനകത്തൂടെ. അതെ, മൊബൈലിൽ കൂടെ കാണാനേ ഭംഗിയുള്ളൂ. ഏയ് നേ കാരണം മൊബൈലിൽ കൂടെ കാണാൻ നല്ല രസം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഞാൻ ഇങ്ങനെ ശരിക്കും ഈ പ്ലെയിൻ ഇരിക്കുന്നത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇതിനകത്തല്ലടി മറ്റേ കവറിനകത്തല്ലേ. ഞാൻ ഈ പ്ലെയിൻ എടുക്കാനായിരുന്നിരുന്നത്. രണ്ടെടുത്ത് കൊടുക്കാലോ, മാറി മാറി. ഡെൽഫി പിണങ്ങും കേട്ടോ, ഡെൽഫി പിണങ്ങുന്ന വീഡിയോ കണ്ടിട്ട്. അത് തന്നെ അടിപൊളിയല്ലേ. ശരിക്കും ഇതിനേക്കാൾ എന്തോ നല്ലത്. ആ സ്ട്രൈപ്സിന്റെ ഡിസ്റ്റൻസ് വരെ ഏകദേശം ഈക്വലാ. ശരി, ഇവിടെ നോക്കിയാ കറക്റ്റ്. നോക്ക് 1500 രൂപ. നല്ല സാധനം. ബ്ലൗസിനേക്കാളും വില കുറവായിരിക്കും. ബ്ലൗസ് 2000 ഉണ്ടായിരുന്നു, 2000 2800. പിന്നെ തയ്ക്കാൻ സമയമില്ലാത്തവണങ്ങ് ഇവിടെ ഉണ്ടല്ലോ. അല്ല 1895. ഇതുകൊണ്ടാണ് എല്ലാവരും വർഷം കേരള സാരി മാറ്റി കൊടുക്കുന്നത്. കാരണം അഫോർഡബിൾ പ്രൈസിനും കിട്ടും, ലക്ഷറി വിലയ്ക്കും കിട്ടും. ഞാനാണ് ഇനി ഇതൊക്കെ തേക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷനിലായിരുന്നു. കാരണം എൻ്റെ കഴിഞ്ഞ വർഷത്തെ സാരിയിൽ ഡിസൈൻ ഉണ്ട്, പക്ഷേ അത് കഴിഞ്ഞ വർഷം ഉടുത്തായോണ്ട് ഇനി അതെങ്ങനെ ഉടുക്കുന്നതെന്ന് ഓർത്ത് ഞാൻ മാറ്റി വെച്ചിട്ട്. ഇതിനകത്തൊരു മറ്റേ പച്ചപ്പൂക്കൾ മറ്റേതിൻ്റെ ഒരുപോലെയാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. എന്നുവെച്ചാൽ ഇതിനകത്ത് ഇങ്ങനെ കുറെ ഇലയും ഡിസൈനും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ നടുക്ക് ഇങ്ങനെ ഒരു ഓറഞ്ച് ഉള്ളതുകൊണ്ട് ഞാൻ ഓർത്ത് വേണമെങ്കിൽ കൊടുക്കാറുണ്ട്. ഫുൾ ഡിസൈൻ ഇവിടെ കഴിഞ്ഞ വർഷം എടുത്തോണ്ട് ഞാൻ ഓർത്ത് ഇങ്ങനെ ഇത് എടുക്കണ്ടല്ലോ, പ്ലെയിൻ ആയിരുന്നു. എന്നിട്ട് ഞാൻ അന്ന് ചേച്ചിയോട് നമ്മൾ വീഡിയോ ഒക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു ഇതായി, ഞാൻ ഭയങ്കര ബോറായി പോകുമല്ലോ. നാട്ടിലാണെങ്കിൽ പ്ലെയിൻ എടുത്താലും ഒരു എലഗൻ ലുക്ക് ഉണ്ട്, ഇവിടെയൊക്കെ എല്ലാവരും ഭയങ്കര കളറും ഇതൊക്കെ എടുക്കുമ്പോൾ ബോറാകുമല്ലോ എന്ന് ഓർത്തിരുന്നതാണ്. അഞ്ജലി നിർത്താതെ സംസാരിക്കുന്നത്. അഞ്ജലി നിർത്താൻ സംസാരിക്കും. ചേട്ടൻ വന്നപ്പോ എന്നോട് ആ നീ വന്നോ, നിന്നെ കാണാൻ ചേച്ചി ഇരിക്കുവന്നു. ഞാൻ എന്തെങ്കിലും ചെയ്തു പോയി. പിന്നെ ഞാനും ബെഞ്ചമിനും കൂടെ ഒരു ഫോട്ടോഷൂട്ട് നടത്താനുള്ളൊരു ശ്രമമൊക്കെ നടത്തി, പക്ഷേ അതത്ര സക്സസ്ഫുൾ ഒന്നും ആയില്ല. ഇതെവിടുന്നാ നീ എന്തിനാ സാരി മറ്റേ നാച്ചുറലായിട്ട് ചോദിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞ് പഠിപ്പിക്കുന്ന പറയേണ്ട കാര്യമില്ല. ഇതെവിടുന്നാടി എന്ന് ചോദിച്ചു. അപ്പോൾ പൂക്കൾ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ സാരി ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അവിടെയാണെങ്കിൽ കുട്ടികൾക്കുള്ള മുണ്ടുണ്ട്, സാരിയുണ്ട്, പാവാടയും ബ്ലൗസും ഉണ്ട്, ആണുങ്ങൾക്കുള്ള മുണ്ടുണ്ട്, അങ്ങനെ മുല്ലപ്പൂ ഉണ്ട്, അങ്ങനെ പിന്നെ ഓണത്തിനുള്ള എല്ലാ ഗ്രോസറീസും ഉണ്ട്. ഗ്രോസറി ഒന്നും ഞാൻ വാങ്ങിച്ചില്ല, ഓണം അടുക്കുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത്തരം സാധനങ്ങൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടത്തില്ല. അപ്പോൾ നാട്ടിൽ നിന്ന് പോകണമെങ്കിലും ഓണം ആഘോഷിക്കണമെങ്കിൽ നമ്മുടെ പാംസ്റ്റൺ നോർത്തിലുള്ള ബ്രോഡ്വേ അവന്യൂവിലെ സ്പൈസ് ബാസ്ക്കറ്റിലേക്ക് ഓടിച്ചെന്നോളൂ. ലിമിറ്റഡ് സ്റ്റോക്കാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഓണം.